പരിശുദ്ധാത്മാവിൽ അഭിഷേകം കിട്ടിയ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളുടെയും നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടതുണ്ടോ? ചോദ്യം വീണ്ടും ചോദിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടതുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒരിക്കലുമില്ല. കാരണം നമ്മെക്കാൾ ഏതായാലും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ദൈവത്തിന് ചെയ്യാൻ അറിയാം, ദൈവം ചെയ്യുകയും ചെയ്യും. നമ്മളിപ്പോ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കണ്ടുപിടിക്കാം എന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെടുന്ന വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, ദൈവം ആ വിഷയത്തെ എടുക്കാൻ നമ്മൾ അനുവദിച്ചാൽ പിന്നെ നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, ബാക്കി പറ, പിള്ളേര് പറയട്ടെ, നമ്മുടെ പിള്ളേര് പറയട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, പോരട്ടെ, എല്ലാം നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കുന്ന പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. അപ്പൊ ദൈവത്തെ സ്നേഹിച്ച് ദൈവിക പദ്ധതിയിൽ ഒരു ദൈവ പൈതൽ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ വചനം പറയാണ്, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ ദൈവത്തിന് പറ്റും. ദൈവത്തിന് പറ്റും. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ലാത്തത് കൊണ്ട് നമുക്കിന്ന് അസ്വസ്ഥതകളും ആകുലതകളും ഭയപ്പാടുകളും സഹനങ്ങളും വേദനകളൊക്കെ സമ്മാനിക്കുന്ന വിഷയങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വിഷയത്തിൽ ദൈവത്തിന് ഒരു പരിഹാര മാർഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പല വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പറ്റാതെ നമ്മൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില വിഷയങ്ങൾക്ക് പരിഹാരമില്ല. നമ്മുടെ കണ്ണുകളിലൂടെ നോക്കിയാൽ ചില വിഷയങ്ങൾക്ക് പരിഹാരമില്ല, ചില പ്രതിസന്ധികൾക്ക് ഉത്തരവില്ല. അങ്ങനെയൊക്കെ നമ്മൾ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കരങ്ങളിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കൃത്യമായ പരിഹാര മാർഗം ദൈവത്തിന്റെ കൈകളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ കൈകളിൽ എല്ലാറ്റിനും പരിഹാരമുണ്ടെന്നും ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ മേലുള്ള മുഴുവൻ നിയന്ത്രണം ദൈവം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ദൈവം ആ ദൈവ പൈതലിന് വേണ്ടതെല്ലാം തക്ക സമയത്ത് നൽകുമെന്നും ഒരാത്മാവ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ അവൻ ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മാത്രമല്ല, അവന്റെ ജീവിതത്തിന്റെ ഓരോ കാൽവെപ്പിനും വേണ്ടതൊക്കെ ദൈവം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും, നൽകിക്കൊണ്ടിരിക്കും. ഒന്നിനും കുറവുണ്ടാകില്ല. ഇത് കഴിഞ്ഞ 12 വർഷത്തെ എൻ്റെ ശുശ്രൂഷ ജീവിതം കൊണ്ട് അനുഭവിച്ചൊരു സത്യമാണ് ഞാൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും കുറവുണ്ടാകില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ലാത്ത രീതിയിൽ ദൈവം നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അധികാരമുള്ളവനും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ളവനും നമ്മുടെ ജീവിതത്തിന്റെ മേല് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം തരാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ഒരു യാത്രയുണ്ട്. അത് ഒരു 60 സങ്കീർത്തകൻ പറയുന്ന പോലെ 70 ഏറിയാൽ 80 വർഷം കഴിയുമ്പോൾ ശരീരത്തിന്റെ യാത്ര അവസാനിക്കും. ചിലരൊക്കെ അതിൽ കൂടുതൽ പോകും, ചിലപ്പോൾ 90, 100 പോയെന്നിരിക്കും. പക്ഷെ ഒരു നോർമൽ എടുത്തു കഴിഞ്ഞാൽ 70, 80 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിക്കും, ബലമൊക്കെ കുറയും, താടി മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങും. ഇനിയിപ്പോൾ കളറൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ഡൈ ഒക്കെ കിട്ടും. അതുകൊണ്ട് 80 ആയാലും മുടിയൊന്നും നരയ്ക്കുകയല്ല, അത് വേറെ കാര്യം.
എന്തായാലും നമ്മുടെ ശരീരത്തിന്റെ ബലമൊക്കെ ശരീരത്തിന്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ കുറയും. അത് പ്രകൃതിയുടെ നിയമമാണ്. അതിനെ മറികടക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള നമ്മുടെ ശാരീരിക ജീവിതയാത്രയിൽ ഏതാനും നാളുകൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തിന്റെ യാത്ര ഇവിടെ അവസാനിക്കും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും, ഇടവ ദേവാലയത്തിലുള്ള എല്ലാവരുടെയും, പിന്നെ നിങ്ങൾക്കൊരു പ്രിവിലേജ് ഉണ്ട്. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ ബോഡി ഈ അൾത്താരയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് കടത്തും. എൻ്റെ ഇവിടെ കൊണ്ടുവരികയല്ല, നിങ്ങളുടെ ഇവിടെ കൊണ്ടുവരും. അവിടെ കടന്ന് മരിച്ചാലും നിങ്ങളെ എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമെങ്കിൽ, വിദേശത്ത് കടന്ന് മരിച്ചാലും നാട്ടിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചിട്ട് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മളെ കൊണ്ടുവരും. ഇപ്പൊ ഒരു ശരീരത്തിന്റെ യാത്രയ്ക്ക് അവസാനമുണ്ട്, ഇത് നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിന്റെ യാത്രയ്ക്ക് അവസാനമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും. അല്ലെ, നമ്മള് ശിരസിൽ നെറ്റിയിൽ കുരിശൊക്കെ വരച്ചുകൊണ്ട് വൈദികം പ്രാർത്ഥിക്കുന്ന അതാണ്. ചാരംപൂശൽ ആ ദിനത്തിൽ മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. അപ്പോ നമ്മള് ഈ ശാരീരിക യാത്ര ശ്രദ്ധിക്കുക. ശരീരത്തിന്റെ യാത്ര അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ഭൂമിയിൽ തീരേണ്ടതാണ്, അപ്പുറത്തേക്ക് പോകില്ല. എന്നാൽ നമുക്കൊരു ആത്മീയ യാത്രയുണ്ട്. വി ഹാവ് എ സ്പിരിച്വൽ ജേർണി. നമുക്കൊരു ആത്മീയ യാത്രയുണ്ട്. ശരീരം സഞ്ചരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നമ്മളിൽ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന മാമോദീസായിലൂടെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, ഒരാത്മാവുണ്ട്. ഈ ആത്മാവിന്റെ യാത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ആത്മാവിനൊരു വ്യത്യസ്തതയുണ്ട്. ആത്മാവിന് പ്രായമില്ല. ഹല്ലേലൂയ. ആത്മാവിന് പ്രായമില്ല. ആത്മാവിനെ നമുക്ക് കാണത്തില്ല, അല്ലെ? ആത്മാവ് അരൂപി ആയതുകൊണ്ട്, പരിശുദ്ധാത്മാവ് അരൂപി ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. ആത്മാവിന് പ്രായമില്ലാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൽ അവസാനിക്കേണ്ടതാണ് നമ്മുടെ ആത്മീയ ജീവിതം. അതിന്റെ ആരംഭം അവിടെയാണ്, ഒടുക്കം അവിടെയാണ്. ഇനി നമ്മുടെ ഈ ആത്മീയ ജീവിതം ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും. അതിനായി സഹായകനായി ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനാണ്? ഈ ദൈവത്തിൽ നിന്നും ആരംഭിച്ച യാത്ര ദൈവത്തിൽ അവസാനിപ്പിക്കാൻ. ദൈവത്തിൽ നിന്നും നമ്മൾ ആരംഭിച്ച ആത്മീയ യാത്ര ദൈവത്തിൽ അവസാനിപ്പിക്കാൻ തക്ക വിധത്തിൽ നമ്മെ സഹായിക്കാൻ വേണ്ടി, നമ്മുടെ ആത്മാവിനെ സഹായിക്കാൻ വേണ്ടി, നമ്മുടെ ആത്മാവിന്റെ യാത്രയിൽ ദൈവം കൂട്ടിനായി പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. എന്തിനാ? വഴിതെറ്റി പോകാതിരിക്കാൻ, യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കാൻ. ഇനി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയും, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഈശോ പറയും, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തുന്നില്ല. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തുന്നില്ല. ഇനി ശ്രദ്ധിക്കുക, ഈ യേശുവാകുന്ന വഴിയിലൂടെ, ഏക സത്യ വഴിയിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഒരാത്മാവ് എത്തിച്ചേരുവോളം പോകുന്ന വഴിത്താരകളിൽ വ്യതിചലിക്കാതിരിക്കാൻ, വഴിമാറിപ്പോകാതിരിക്കാൻ, തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ, സത്യത്തിന്റെ ഏകവഴിയിലൂടെ, യേശുവാകുന്ന ഏകവഴിയിലൂടെ സഞ്ചരിക്കാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന വഴികാട്ടിയാണ്, നിത്യസഹായകനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി, നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള പദ്ധതി. അതാണ് പറയുന്നത്, ശരീരത്തെ കുറിച്ചല്ല, ആത്മാവിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. ആത്മാവിൽ ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുക, ഒരു ആത്മീയ ജീവിതയാത്ര നടന്നുകൊണ്ടിരിപ്പുണ്ട്. അവിടെ കൃത്യമായ വഴിയുണ്ട്. നമുക്ക് വഴിതെറ്റി പോകാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടി നമ്മുടെ ആത്മീയ യാത്ര കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ? കൃത്യമായ വഴി യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച് കടന്നു വന്ന് യഥാർത്ഥ സത്യം, സത്യവഴി, ഏക വഴി ഈശോ നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് വഴി, ഇതിലേ പോകാൻ പറഞ്ഞു. ഈ വഴി തെറ്റിപ്പോകാതിരിക്കാൻ, ഈ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്, വഴിതെറ്റാതിരിക്കാൻ ഒരു മാർഗദർശിയായി, സഹായകനായി, കൂട്ടുകാരനായി ഈശോ നമുക്ക് തന്നിട്ട് പോയതാണ് പരിശുദ്ധാത്മാവിനെ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഈ പരിശുദ്ധാത്മാവില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പറ. പരിശുദ്ധാത്മാവല്ല നമ്മളെ വഴി നടത്തുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഉറങ്ങിയോ? പരിശുദ്ധാത്മാവല്ല വഴി നടത്തുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്തരം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പറ. പരിശുദ്ധാത്മാവല്ല നമ്മളെ വഴി നടത്തുന്നെങ്കിൽ എന്ത് സംഭവിക്കും? വഴി തെറ്റിപ്പോവും. അപ്പൊ നല്ല പിള്ളേരിനകത്തുണ്ട്, നമ്മൾ വഴി തെറ്റിപ്പോവും അല്ലേ? അപ്പൊ നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ കൂടപ്പറപ്പുകള്, നമ്മൾ അറിയുന്നവരൊക്കെ വഴിതെറ്റിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പരിശുദ്ധാത്മാവല്ല അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. സിമ്പിൾ, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പരിശുദ്ധാത്മാവാണ് ഒരു ദൈവ പൈതലിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ യഥാർത്ഥ സത്യമായ യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കും. എന്ന് പറഞ്ഞാൽ യേശു എങ്ങനെ സഞ്ചരിച്ചു ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കും. യേശു എന്ത് നിലപാടുകൾ എടുത്തു ആ നിലപാടുകൾ എടുക്കും. യേശു എങ്ങനെ സ്നേഹിച്ചു അങ്ങനെ സ്നേഹിക്കും. യേശു എങ്ങനെ ക്ഷമിച്ചു അങ്ങനെ ക്ഷമിക്കും. യേശു എങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ചു അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കും. യേശു എങ്ങനെ പിശാചിന്റെ വഞ്ചനകളെ, പ്രലോഭനങ്ങളെ അതിജീവിച്ചുവോ അങ്ങനെ തന്നെ ഒരു ദൈവ പൈതൽ യേശുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ പിശാചിന്റെ വഞ്ചനകളെയും സാത്താന്റെ കെണികളെയും തിരിച്ചറിഞ്ഞ് ആ പ്രലോഭകനെ തോൽപ്പിച്ചുകൊണ്ട് ആത്മീയ യാത്ര മുന്നോട്ട് പോകും. കാരണം നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, സത്യാത്മാവാണ്. അങ്ങനെ പറയുന്നത് സത്യാത്മാവ്. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞ അങ്ങനെയാണ്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യം എന്ന് പറഞ്ഞ ഈശോയാ. ഈ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കും. അപ്പൊ യഥാർത്ഥ വഴിയും ഏക വഴിയുമായ ഏക സത്യവുമായ യേശുവാകുന്ന വഴിയിലൂടെ നിത്യജീവനിലേക്ക്, പിതാവായ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ആത്മീയ യാത്ര വഴിതെറ്റാതെ കൊണ്ടുപോകാൻ ദൈവം നമുക്കായി നിത്യസഹായകനെ തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ. ഇതൊരു ക്രിസ്ത്യാനി മറക്കാൻ പാടില്ല. ഇതേക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് അറിവുണ്ടാകണം അല്ലെ? നമ്മൾ ഒരു ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ പരിശുദ്ധാത്മാവാണ്. നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന എന്താന്ന് ചോദിച്ചാൽ എന്നാ, നമ്മുടെ ചോര തന്നെയാണ് എല്ലാവരുടെയും ശരീരത്തിൽ ഒഴുകുന്ന ചോര. അതിന്റെ നിറം ഒന്ന് തന്നെയാണ്. നമ്മുടെ മുടിയുടെ കളർ തന്നെയാണ് എല്ലാവരുടെയും മുടിയുടെ കളറ്. നമ്മുടെ ശരീരത്തിന്റെ കോംപ്ലക്ഷൻ പോലെയൊക്കെ തന്നെയാണ് പലരുടെയും. പിന്നെ എന്താണ് എന്നെയും നിങ്ങളെയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ യഥാർത്ഥത്തിൽ മറ്റുള്ളവരിൽ നിന്നും, മറ്റു വിശ്വാസങ്ങളിൽ നിന്നും, മറ്റ് ആരാധനകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവാണ്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരെങ്കിലും ചോദിച്ചാൽ നിന്റെ വ്യത്യസ്തത എന്താന്ന് ചോദിച്ചാൽ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, അതാണ് എന്റെ വ്യത്യസ്തത. ഈ ആത്മാവ് എന്നെ നിയന്ത്രിക്കുന്നുണ്ട്, അതാണ് എന്റെ വ്യത്യസ്തത. നിന്നിൽ നിന്ന് ഞാൻ എങ്ങനെ വ്യത്യസ്തനായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയണം, ഞാൻ നിയന്ത്രിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ലോകത്തിന്റെ അരൂപിയാൽ ഒരാൾക്ക് നയിക്കപ്പെടാം, ശത്രുവിനാൽ പിശാചിന്റെ അരൂപിയാൽ ഒരാൾക്ക് നയിക്കപ്പെടാം. അപ്പൊ അതിൽ നോക്കി വ്യത്യസ്തമായിട്ട് ഞാൻ പറയും, എന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയാ. സഭയെ മുഴുവനും നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സഭാമക്കളായ എന്നെയും നിങ്ങളെല്ലാം നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നയിക്കാനും നിയന്ത്രിക്കാനും ദൈവമക്കളായ നമ്മൾ വിട്ടുകൊടുക്കേണ്ട ദിവസത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസം. അപ്പോസ്തലന്മാര് അതുവരെ പേടിച്ചിരുന്നവരാ, ഭയപ്പെട്ടിരുന്നവരാ, അസ്വസ്ഥപ്പെട്ട് അവരിങ്ങനെ ഇല്ല, നിങ്ങളൊന്ന് ആലോചിച്ചേക്കേ. അവര് അടച്ചിട്ട മുറികളില് അമ്മയോട് ചേർന്ന് അപ്പോസ്തലന്മാരൊക്കെ പേടിച്ചും ഭയപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ആകുലപ്പെട്ടും ഇരിക്കുക. ആകെയുള്ളൊരു പ്രതീക്ഷ എന്നാ? കർത്താവ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ. അത് കിട്ടുന്നത് വരെ ഇവിടെ വിട്ടു പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവര് വല്ലാത്ത ആശങ്കയാണ്, വല്ലാത്ത ഭയപ്പാടാണ്, വല്ലാത്ത അസ്വസ്ഥതകളാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നടുവിലും, ഇതിന്റെ ഈ ആകുലതയുടെയും ഈ അസ്വസ്ഥതയുടെ നടുവിലും അവര് വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരുന്നു. കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ പെന്തക്കോസ്താ ദിനത്തിൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ
ഈ സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി, സ്വർഗത്തിന്റെ തീ ഇറങ്ങി കഴിഞ്ഞപ്പോ വചനം പറയുന്ന പോലെ അവിടെ ഉണ്ടായ അനുഭവങ്ങള്, അത്ഭുതങ്ങള്, അടയാളങ്ങള് മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതിനപ്പുറമായ കാര്യങ്ങളാണ്. സഭയുടെ തുടക്കം നമ്മൾ പറയില്ലേ, സഭ ജന്മം കൊണ്ടത് പെന്തക്കോസ്താ ദിനത്തിലാണ്. ഇന്ന് 2020-30 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ AD 33 സഭ ആരംഭിച്ചതെന്ന് കണക്കിലെടുത്താൽ ഏകദേശം 2000 വർഷങ്ങളായിട്ട് നമ്മൾ ആലോചിക്കണം. 2000 വർഷമായിട്ട് സഭ ഇന്നും തുറന്നുകൊണ്ടിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് സെഹിയോൻ മാളികയിൽ സംഭവിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സത്യമാണെന്നുള്ളതിന്റെ തെളിവെന്താണെന്നറിയാവോ? ഈ ഇരിക്കുന്ന നിങ്ങളും ഈ പറയുന്ന ഞാനുമാ. അതാണ് അതിന്റെ തെളിവ്. അന്ന് സംഭവിച്ചത് സത്യമായിരുന്നു എന്നതിന്റെ തെളിവാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന്റെ പിന്നിലുള്ള തെളിവ്. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് ശേഷവും നോക്കിക്കേ, അവിടെ ആരംഭിച്ച സഭയുടെ ആരംഭം ഇന്ന് ഇവിടെ എത്തി നിൽക്കുക. നോക്കിക്കേ, സെഹിയോൻ മാളികയിൽ ആരംഭിച്ചത് ഇവിടെ എത്തി നിൽക്കുക. ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും സഭ വ്യാപിച്ചു. ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഈ ആത്മാവിന്റെ ചലനമുണ്ടായി, ആത്മാവിന്റെ പ്രവർത്തനമുണ്ടായി. സെഹിയോൻ മാളികയിൽ ആരംഭിച്ചത് ഇന്ന് ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താ ദിനത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി എന്നുള്ളത് സത്യമാണ്. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അതേ ആത്മാവിനാൽ തന്നെയാണ് ഞാനും നിങ്ങളും മാമോദീസായിലൂടെ, സഭയുടെ അംഗങ്ങളാകുന്നതിലൂടെ, ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ ഭാഗങ്ങളാകുന്നതിലൂടെ നമ്മളും സ്വന്തമാക്കിയിരിക്കുന്നത് അതേ പരിശുദ്ധാത്മാവിനെയാണ്. നമ്മളാരും യേശുവിനെ കണ്ടിട്ടില്ല, നമ്മളാരും യേശുവിനെ തൊട്ടിട്ടില്ല, നമ്മളാരും യേശുവിനെ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴും 2000 വർഷങ്ങൾക്ക് ശേഷവും യേശു ഇന്നും ജീവിക്കുന്നവനായി നമ്മൾ അനുഭവിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവനിൽ പരിശുദ്ധാത്മാവ് ജ്വലിച്ചു നിൽക്കുമ്പോ അവൻ യേശു ജീവിക്കുന്നവനായിട്ട് അനുഭവിക്കുകയാണ്. യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ് അവൻ അനുഭവിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കണം, ആത്മാവിലുള്ള ജീവിതം നയിക്കണം, പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് ജീവിക്കണം, ആത്മാവിൽ അഭിഷേകമുള്ള ജീവിതം നയിക്കണം, ആത്മാവിനെ നിർവീര്യമാക്കരുത്, പാപം മൂലം ആത്മാവിനെ കടത്തിക്കളയരുത് എന്നൊക്കെ പറയുന്നതിന് കാണുന്നത്. യേശുവിനെ ജീവിക്കുന്നവനായി എനിക്ക് നിനക്കും അനുഭവിക്കാൻ പറ്റണമെങ്കിൽ, ഓരോ കൂദാശകളിലും ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ, വിശുദ്ധ കുർബാനയിൽ അവന്റെ ജീവിക്കുന്ന സാന്നിധ്യം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് യേശുവിനെ ജീവിക്കുന്നവനായി അനുഭവിക്കാൻ പറ്റുക. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ പറഞ്ഞ യേശു പറഞ്ഞെങ്കിൽ അവൻ ദൈവമായതുകൊണ്ട് അവൻ ഒരിക്കലും നുണ പറയില്ല, അവൻ സത്യമായതുകൊണ്ട് അവൻ നുണ പറയില്ല. അപ്പോ നമ്മുടെ വേദനകളിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ നൊമ്പരങ്ങളിലും നമ്മുടെ രോഗങ്ങളിലൊക്കെ ആര് കൂടെയുണ്ട്? ആര് കൂടെയുണ്ട്? ഈശോ കൂടെയുണ്ട്. ഇതൊരു ദൈവവേദന മനസ്സിലാക്കാൻ പറ്റുന്നത്, അനുഭവിക്കാൻ പറ്റുന്നത് അവനിൽ പരിശുദ്ധാത്മാവ് ജ്വലിച്ചു നിൽക്കുമ്പോഴാണ്. ആത്മാവിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോ അവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു അനുഭവം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇല്ല. പറഞ്ഞ ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിക്ക് ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു അനുഭവം ഇല്ല. അങ്ങനെ അനുഭവം വരുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിലല്ല ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അച്ഛാ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും, ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളുകൊണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എന്നെ ആരും കാണാനില്ല, എന്നെ ആരും കേൾക്കാനില്ല, എന്നെ ആരും മനസ്സിലാക്കാനില്ല, എന്നെ ആരും സഹായിക്കാനില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഏകനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നില്ലാത്തത് കൊണ്ട് നിന്റെ കൂടെ എക്കാലവും ഉണ്ടാകുമെന്ന് പറഞ്ഞ ജീവിക്കുന്നവനായ കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റണില്ല.
ഹല്ലേലൂയ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം എടുത്ത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 32 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ. 32 മുതലുള്ള വചനങ്ങൾ. ഈശോ പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനാക്കിയിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും പോകുമെന്ന് ഈശോ പറഞ്ഞു. അപ്പസ്തോലന്മാരോടാണ് ഈശോ പറയുന്നത്. അപ്പസ്തോലന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ആ ഭാഗത്ത് വരുന്നതാണ്. ഞാൻ നിങ്ങളെ ഇന്നലെ വായിക്കാൻ പറഞ്ഞു വിട്ട ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയാണ്. അപ്പൊ അതിനകത്ത് വരുന്നതാണ്. 16-ാം അധ്യായത്തില് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകും, നിങ്ങളെല്ലാം ചിതറിക്കപ്പെടും, നിങ്ങളൊക്കെ നിങ്ങളുടെ വഴിക്ക് പോകും, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോകൂ എന്ന് പറഞ്ഞു. എങ്ങനെ? എന്നെ ഏകനാക്കിയിട്ട് നിങ്ങളെല്ലാം പോകും. ഇത് യേശുവിന്റെ മാത്രം അനുഭവമല്ല, ശ്രദ്ധിക്കണേ. യേശുവിന്റെ മാത്രം അനുഭവമല്ല മക്കളെ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ദൈവ പൈതൽ യേശു കടന്നുപോയ ഈ അനുഭവത്തിലൂടെ കടന്നു പോകും. ഏകാന്തതയുടെ അനുഭവം, ഒരൊറ്റപ്പെടലിന്റെ അനുഭവം. അതായത് എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന, നമ്മളെല്ലാവരും മാറ്റി നിർത്തിയിട്ട് കടന്നു പോകുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവം. അത് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവപ്പെട്ടില്ലെങ്കിൽ മരണസമയത്തെങ്കിലും ഒരുവന്റെ ആത്മാവിൽ അത് അനുഭവപ്പെടും. കാരണം ആരും കൂടെ വരുന്നില്ല. നീ മരിക്കുമ്പോൾ നിന്റെ കൂടെ ആരെങ്കിലും വരോ? പറ. അപ്പം വരോ? അമ്മ വരോ? ചേട്ടൻ വരോ? ചേച്ചി വരോ? നിന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന ആരെങ്കിലും നിന്റെ കൂടെ നിന്റെ മരണസമയത്ത് അങ്ങോട്ട് പോകാൻ വരോ? ആരും വരികയില്ല. ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഒറ്റയ്ക്ക് കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഒറ്റയ്ക്ക് കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മൾ ചെയ്തതിന് കണക്ക് കൊടുക്കാൻ അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ഒരുവന്റെ മരണസമയത്തെങ്കിലും അവന് ഈ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഞാൻ ഒറ്റയ്ക്ക് പോവുക, എൻ്റെ കുടുംബത്തെ വിട്ട്, എൻ്റെ ഭാര്യയെ വിട്ട്, എൻ്റെ മക്കളെ വിട്ട്, കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ട് ഇതാ ഞാൻ പോവാ. ഈശോ പറയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും, അപ്പൊ ഞാൻ ഏകനായിട്ട് മാറും, ഒറ്റയ്ക്കാകും. എല്ലാവരും ഇട്ടിട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ആണ്, ഒരു അനുഭവമാണ്, ഒരു ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ അനുഭവം. എന്നിട്ട് ഈശോ പറയുന്നത് ശ്രദ്ധിച്ച്. ഈശോ പറഞ്ഞു, എങ്കിലും ഞാൻ ഏകനല്ല. ഇത്തരം പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിക്കും, എല്ലാവരും ചിതറിക്കപ്പെടും, എല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും, എന്നെ ഏകനാക്കിയിട്ട് നിങ്ങൾ പോകും. എന്നിട്ട് ഈശോ പറഞ്ഞു, എങ്കിലും ഞാൻ ഏകനല്ല. നിങ്ങൾ എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയാലും ഞാൻ ഏകനല്ല. നിങ്ങളൊന്ന് ആലോചിച്ചേ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ, ഭാര്യ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ, മക്കൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും, അച്ഛാ ഞാനിപ്പോ ഒറ്റയ്ക്കാ അച്ഛാ, ആരുമില്ല അച്ഛാ, ആരുമില്ല അച്ഛാ എന്നെ ഒന്ന് സഹായിക്കാൻ, ആരുമില്ല അച്ഛാ എന്നെ ഒന്ന് നോക്കാൻ, ആരുമില്ല അച്ഛാ എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരാൻ, ഞാൻ ഒറ്റയ്ക്കാ അച്ഛാ എന്ന് പറയും. അല്ലെ, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും നമ്മൾ ഒറ്റയ്ക്കാണ്. ഈശോ പറയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും, എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും, എങ്കിലും ഞാൻ ഏകനല്ല. എങ്കിലും ഞാൻ ഏകനല്ല. അതിന് കാരണം ഈശോ പറയുകയാണ്, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. മൈ ഫാദർ ഈസ് വിത്ത് മീ. എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. കണ്ടോ? ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ ഏകാന്തതയുടെ നടുവിലും അവന്റെ കൂടെ നിൽക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അവൻ അനുഭവിക്കാൻ തുടങ്ങും. എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ ആത്മാവ് അവനോട് മന്ത്രിക്കും. എല്ലാവരും ഉപേക്ഷിച്ചാലും, അപ്പനുപേക്ഷിച്ചാലും, അമ്മയുപേക്ഷിച്ചാലും, പെറ്റമ്മ മറന്നാലും മറക്കാത്തൊരുവൻ ഇതാ നിന്റെ വലത് കൈ പിടിച്ചിട്ടുണ്ട്, അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ല. ശ്രമത്തിൽ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ പരിശുദ്ധാത്മാവാണ് യേശുവിനെ ജീവിക്കുന്നവനായിട്ട് നമുക്ക് അനുഭവേദ്യമാക്കി തരുന്നത്. ഇന്നും യേശു ജീവിക്കുന്നവനായിട്ട് അനേകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എന്താ? ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാ. വലിയ വിടുതലുകളും സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒരു ധ്യാന കേന്ദ്രത്തില്
ഒരു ധ്യാനത്തിന്റെ സമയത്ത് സംഭവിക്കുന്നത്, ആ ദിവസങ്ങളിൽ വചനം കേട്ട് പാപത്തെ ഉപേക്ഷിച്ച് അനുദപിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ ഏറ്റെടുത്ത് തന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ യേശു ജീവിക്കുന്നവനായി അനുഭവിക്കുക മാത്രമല്ല, യേശു ജീവിക്കുന്നവനായി അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റെടുക്കുമ്പോ യേശു ചെയ്തതെല്ലാം അവന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടാൻ തുടങ്ങും. അത്ഭുതങ്ങളായിട്ട്, അടയാളങ്ങളായിട്ട്, വീര്യപ്രവർത്തികളായിട്ട്, സൗഖ്യങ്ങളായിട്ട് എല്ലാം ഒരുവന്റെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം, ജീവിക്കുന്ന സാന്നിധ്യം ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ ക്യാൻസർ മാറും, അപ്പൊ ട്യൂമർ മാറും. കാരണം എന്താ? അവൻ സ്പർശിക്കുന്നത് ജീവിക്കുന്ന കർത്താവ്. അവൻ വിശുദ്ധ കുർബാന കയ്യിലെടുക്കുമ്പോ അവൻ സ്പർശിക്കുന്നത് ജീവിക്കുന്ന കർത്താവിനെ. കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടവൾ സൗഖ്യം പ്രാപിച്ചെങ്കിൽ, നോക്കണം, കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ 12 വർഷക്കാലം രക്തസ്രാവം ഉണ്ടായിരുന്നവൾ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചെങ്കിൽ, മക്കളെ, ജീവിക്കുന്ന കർത്താവിന്റെ ശരീരവും രക്തവും നമ്മുടെ കരങ്ങളിൽ എടുക്കുമ്പോ നമ്മൾ സൗഖ്യം പ്രാപിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. എത്രയധികമായി ഞാനും നിങ്ങൾ സൗഖ്യമുള്ളവരായി തീരേണ്ടതാ. ശരീരത്തിന്റെ സൗഖ്യം മാത്രമല്ല, മനസ്സിന്റെയും ആത്മാവിന്റെയും സൗഖ്യം. അപ്പോ അതൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അതിന് കാരണം നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്, ആത്മാവ് ജ്വലിക്കാത്തത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക, ആത്മാവിലുള്ള ജീവിതം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ആകെ തുകയാണ്. പരിശുദ്ധാത്മാവിൽ ഒരു ക്രിസ്ത്യാനി ജീവിക്കാത്തിടത്തോളം കാലം അവൻ ക്രിസ്തുവിന്റെ സ്വന്തമല്ല. റോമ 8:9 വചനം പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. ഇനി യേശുവിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പോവാം. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരുണ്ടെന്ന്, എന്തുണ്ടെന്ന്? യേശുവിന്റെ ആത്മാവുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2-ാമത്തെ ലേഖനം നടത്തെ, 2 Corinthians chapter 3 verse 17. ദൈവം ആത്മാവാണ്. ഓക്കെ, ഈ ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് ഉറക്കെ പറ, എന്തുണ്ട്? ഉറക്കെ പറഞ്ഞ്, എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ട് എങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതാണ്. ഒരു ശാരീരിക സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അടച്ചിട്ട മുറിയിലായിരിക്കും. ഞാൻ ഓർക്കുകയാണ്, ഒരു കൊറോണ കാലത്ത് ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നാണ്. ആ സഹോദരന്റെ ഡൈവേഴ്സിൽ എത്തിയ ഒരു ഫാമിലിയാണ്. ഡൈവേഴ്സിൽ എത്താനുണ്ടായ ഒരു കാരണം ഈ സഹോദരി പറഞ്ഞാണ്, വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷം, അവർക്ക് മക്കളൊന്നുമില്ല. വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. ബാംഗ്ലൂരാണ് വിവാഹം കഴിഞ്ഞിട്ട് സെറ്റിലായത്. കാരണം ഭർത്താവിന് അവിടെയായിരുന്നു ജോലി. ഇവൾക്ക് നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു. അവളെയും കൊണ്ട് ഭർത്താവ് ബാംഗ്ലൂർക്ക് പോയി. അവിടെ അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, അതിനകത്താണ് താമസിക്കുന്നത്. പുള്ളിക്ക് സംശയരോഗം ഭർത്താവിന്. അതുകൊണ്ട് പുള്ളി എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ, രാവിലെ 7-8 മണിയാകുമ്പോൾ ഓഫീസിലേക്ക് പോകും. എന്ത് ചെയ്യും? പുറത്തു നിന്ന് ഡോറ് ലോക്ക് ചെയ്യും, എന്നിട്ട് ഓഫീസിൽ പോകും. വൈകിട്ട് 7-8 മണിയാകുമ്പോൾ തിരിച്ചു വരും, തുറക്കും, അകത്ത് കയറും. ഇപ്പം കുറിച്ച് പറഞ്ഞാൽ, അച്ഛാ, കഴിഞ്ഞ 15 വർഷക്കാലം ഞാൻ ജയിലിൽ കഴിയുന്നത് പോലെയാ ഞാൻ കഴിഞ്ഞത്. 15 വർഷക്കാലം. ആരോട് പറയാൻ? ഇന്ന് ശരിയാകും, നാളെ ശരിയാകും ഓർത്തോർത്ത് കഴിഞ്ഞ 15 വർഷക്കാലം അച്ഛൻ സഹിച്ചു. അവസാനം എനിക്ക് സഹി കെട്ടുകഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടുകാരോട് പോലും പറയുന്നത്. 15 വർഷക്കാലം നമുക്ക്, ഞാൻ ആലോചിച്ചു, മോൾ എന്തിനാ ഈ ഇത്രയും വർഷക്കാലം നിന്നത്? ഇതിനു മുമ്പ് വീട്ടുകാരോട് സംസാരിക്കും. 15 വർഷമായിട്ട് പുള്ളി രാവിലെ ജോലിക്ക് പോയ പുള്ളിയുടെ കൂടെ അല്ലാതെ എങ്ങും ഇവിടെ കൊണ്ടുപോകുകയല്ല. ഭയങ്കര സംശയരോഗം. 15 വർഷക്കാലം ജയിലിൽ കിടന്നു പോലെ. എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞു, അപ്പൻ ചോദിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ഇവനെ ഇഷ്ടപ്പെട്ടില്ല, അപ്പനുമായിട്ട് കശപിശ ഉണ്ടായി, അപ്പനെ ഇവൻ തല്ലി. അങ്ങനെ സംഭവം കൂടുതൽ രൂക്ഷമായി. അങ്ങനെ വീണ്ടും അതിന്റെ ഒരു എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്യുക, ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കാന്ന് കരുതിയാണ് അപ്പം സംസാരിക്കാൻ വന്നത്. അത് ഫലവത്തായില്ല. അവസാനം അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു.
ഡൈവേഴ്സിലെത്തി. ഡൈവേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പെങ്കൊച്ച് എൻ്റെ അടുത്ത് വരുന്നത്. ഇനി എൻ്റെ ഭാവി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവളാണ്. അവൾ ഒരു IELTS ഒക്കെ പഠിച്ച് വിദേശത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനൊക്കെ മനസ്സിലുണ്ട്. അത് ദൈവാലോചനയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പം കൊച്ചു പറഞ്ഞ, അച്ഛാ കഴിഞ്ഞ 15 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന പോലെ ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുന്നതെന്ന്. അത് നമുക്കൊരു ഒരു ഒരു ശാരീരികമായ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താം. ഇനി ഫിലിപ്പിയർക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ ജയിലിൽ കിടന്ന ലേഖനം എഴുതുന്നത്. പൗലോസ്ലീഹ ഫിലിപ്പി സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ ജയിലിൽ കിടക്കുക. ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് പൗലോസ്ലീഹ ലേഖനം എഴുതുവാണ് ഫിലിപ്പി സഭയ്ക്ക്. എഴുതിയപ്പോ 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എത്തിയപ്പോ പൗലോസ്ലീഹ ഫിലിപ്പി സഭയ്ക്ക് എഴുതി, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഇവിടെ ജയിലിലാണ് കിടക്കുന്നത്. ഇവിടെ പൗലോസ്ലീഹ ജയിലിലാണ് കിടക്കുന്നത്. ശാരീരികമായ ഒരു സ്വാതന്ത്ര്യവും പൗലോസ്ലീഹയ്ക്കില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ആരെയും കാണാൻ പറ്റില്ല, നാളത്തെ പ്രഭാതം കാണുമെന്ന് പോലും അറിയത്തില്ല. ഏതാണ്ട് മരണം മുന്നിൽ കണ്ട് കിടക്കുകയാണ് ആര്? പൗലോസ്ലീഹ. പൗലോസ്ലീഹ പറയുകയാണ് ഫിലിപ്പി സഭയ്ക്ക് അവിടെ ഇരുന്നു കൊണ്ടും സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുക. ജയിലിൽ കിടക്കുമ്പോഴും പൗലോസ്ലീഹ സുവിശേഷ വേല ചെയ്യുക. തന്റെ ശാരീരികമായ സ്വാതന്ത്ര്യം മുഴുവനും നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴും പൗലോസ്ലീഹ സുവിശേഷ വേല ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവിടെ മനസ്സിന്റെയോ ആത്മാവിന്റെയോ ആനന്ദം തല്ലിക്കെടുത്താൻ ജയിലറകൾക്ക് പറ്റിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പൗലോസ്ലീഹ ഫിലിപ്പി സഭയ്ക്ക് എഴുതിയപ്പോ എഴുതി വെച്ചു, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, ഐ സേ ഇറ്റ് അഗൈൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോ ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്, ഒരു ശാരീരിക സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വചനം പറയുന്നത് പൗലോസ്ലീഹ കൊരിന്ത സഭയോട് പറയുമ്പോൾ ദൈവം ആത്മാവാണ്. ഈ ആത്മാവുള്ളിടത്ത് ആത്മാവിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവിൽ സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിന്റെയും ബന്ധനത്തിലല്ല, അടിമത്തത്തിലല്ല, സ്ലേവറിയിലല്ല എന്നാണ് പൗലോസ്ലീഹ കൊരിന്ത സഭയോട് പറയുന്നത്. ഈ കാലഘട്ടത്തില് എത്രയോ പേര് നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുക. പറയുന്നൊരു കാര്യമാണ് അച്ഛാ, പല വിഷയങ്ങളും പൗലോസ്ലീഹ പറയുന്ന പോലെ ഞാൻ ഇച്ഛിക്കുന്നതല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. എന്ന് പറയുന്ന പോലെ ആത്മാവിൽ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്രയോ പേരുണ്ട്. ചില മേഖലകള് നിർത്താൻ ആഗ്രഹിച്ചിട്ട് നിർത്താൻ പറ്റാത്തവര്. ചുമ്മാ ഒരു ഉദാഹരണത്തിന്, ഒരു മദ്യപാനശീലം നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് നിർത്താൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. കാരണം എന്താ? അവിടെ ആത്മാവിൽ മദ്യപാനത്തിന്റെ ദുരാത്മാവ് അധികാരം എടുത്തു കഴിഞ്ഞു, കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, അടിമയാക്കാൻ തുടങ്ങി. ഇവന് എത്ര ശ്രമിച്ചാലും പുറത്തു വരാൻ പറ്റില്ല. അവന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. മദ്യപാനത്തിന്റെ മാത്രമല്ല, ഇതുപോലുള്ള ചില ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി കളയും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റിയല്ല, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ പറ്റില്ല. സർമ്മത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ തിരുവചനം എടുത്ത്, യോഹന്നാന്റെ സുവിശേഷം 8:34, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 34 വായിക്കാവോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. Is a slave to sin. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. എന്നിട്ട് പറയുന്നതാണ്, അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. പുത്രൻ സ്വതന്ത്രരാക്കിയാൽ സ്വതന്ത്രരാകും. ഈ സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവിൽ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തത്. നമ്മുടെ ആത്മാവിന്റെ മേലുള്ള സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമ്മളെ ആത്മനാശത്തിലേക്ക് എത്തിക്കാനുള്ള പിശാചിന്റെ
സകല സ്വാധീനങ്ങളിൽ നിന്നും അടിമത്തങ്ങളിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. എത്രയോ പേരോ ക്ഷമിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല, ചില ജഡിക പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ചിലത് കാണാതിരിക്കാൻ പറ്റുന്നില്ല, ചില ബന്ധങ്ങൾ നിർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അടിമത്തത്തിൽ കിടക്കുന്ന, അടിമത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെ അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പറയുവാണ്, ഉദാഹരണത്തിന്, അച്ഛാ എനിക്ക് ദേഷ്യം വന്നാല്, എനിക്ക് കോപം വന്നാല്, പിന്നെ എനിക്ക് കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല, എന്നാ പറയുന്നതെന്ന് അറിയത്തില്ല, എന്നാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പിന്നെ ചിലപ്പോൾ ഞാൻ എല്ലാം കയ്യിൽ കിട്ടുന്നൊക്കെ എടുത്തിട്ട് പൊട്ടിക്കും, വലിച്ചെറിയും, തല്ലും, പൊട്ടും, അപ്പനാണ് നോക്കിയാൽ അമ്മയാണ് നോക്കിയാൽ വായെന്ന് വരുന്ന എല്ലാം പറയും. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൺട്രോൾ ഇല്ല. എന്തില്ല? അങ്ങനെ കൺട്രോൾ ഇല്ലാത്ത ആരെങ്കിലും എന്നെ തിരുപ്പുണ്ടോ? നിങ്ങൾക്കെല്ലാം കൺട്രോളുള്ള ആൾക്കാരാണ് അല്ലേ? ആത്മാവുള്ളിടത്ത്, ക്രിസ്തുവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ചിലയിടത്തൊക്കെ കൺട്രോൾ ഇല്ലെന്നാ പറയുന്നത്. നമ്മുടെ ഒരു വൈകാരികത, നമ്മുടെ ഒരു വികാരത്തെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വചനം പറയുന്നതിനോ, നമ്മൾ ഏതിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ നാം അതിന്റെ അടിമയാണ്. 2 പത്രോസ് 2:19-20 വചനങ്ങൾ പറയാണ്, നാം ഏതിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ നാം അതിന്റെ അടിമയാണ്. കോപം നമ്മളെ തോൽപ്പിക്കുന്നുണ്ടോ? കോപത്തിന്റെ അടിമയാണ്. ഭയം നമ്മളെ തോൽപ്പിക്കുന്നുണ്ടോ? ഭയത്തിന്റെ അടിമയാണ്. ചിലരൊക്കെ അമിതമായ ഭയത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. കാരണം ആത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ്. 2 തിമോത്തി 1:6 നമ്മൾ വായിക്കുന്നുണ്ട്, നാം സ്വീകരിച്ചിരിക്കുന്നത് 6:7 വചനങ്ങൾ, നാം സ്വീകരിച്ചിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ഭയത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് ശക്തിയുടെയും ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഭയം മാറും. ദൈവത്തിന്റെ സ്നേഹം നിറയുമ്പോൾ ഭയം മാറും. അതുകൊണ്ടല്ലേ യോഹന്നാൻ പറയുന്നത്, ദൈവ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവസ്നേഹം ഹൃദയത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. അപ്പോ ദൈവസ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ലാതാകും. ദൈവത്തെ സ്നേഹിച്ച് ആത്മാവ് ഒരു വ്യക്തിയിൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അവന് ഭയമില്ല. ഇന്ന് ഈ കാലഘട്ടത്തില് ഏതെല്ലാം തരത്തിലുള്ള ഭയത്തിലാണ് കിടക്കുന്നത്. മരണഭയത്തിൽ കഴിയുന്ന എത്രയോ പേരുണ്ട്. രാത്രിയെ പേടി, ഇരുട്ടിനെ പേടിച്ച് കഴിയുന്ന എത്രയോ പേരുണ്ട്. പരീക്ഷാ ഭയം ചില പിള്ളേർക്കൊക്കെ ഉണ്ട്. പരീക്ഷ എത്തിക്കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരായിരിക്കും ചിലപ്പോൾ, പരീക്ഷയുടെ തലേദിവസം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നിരന്തരം ടോയ്ലറ്റിൽ പോയിരിക്കുക, വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയും. ഒരു കൊച്ചിനെ കൊണ്ടുവന്ന അവൾക്ക് പരീക്ഷ ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ടോയ്ലറ്റിലാണ്, പേടിച്ചിട്ട് എപ്പോഴും ടോയ്ലറ്റിൽ പോകണം. ഭയം, അമിതമായ ഭയം. ഇത് തിന്മയുടെ സ്വാധീനമാണ്. ഭയത്തിന്റെ സ്പിരിറ്റ്, അരൂപി, ഭയത്തിന്റെ ദുരാത്മാവ് ആ വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിലർക്ക് രോഗഭയം, രോഗം വരുമോ എന്നുള്ള പേടി ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന് ചേരാത്താണ്. ആത്മാവ് പ്രവർത്തിക്കാത്തതിന്റെ അടയാളമാണ് ചില ഭയത്തിൽ കുടുങ്ങിക്കിടക്കാന്നുള്ളത്. അമിതമായ ഭയം, നോർമൽ ഭയങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമിതമായ ഭയം, എന്തിനോടുള്ള അമിതമായ ഭയം, അത് നമ്മളെ അടിമയാക്കി വെക്കും. അതുകൊണ്ടാണ് നീ ഏതിനാൽ തോൽപ്പിക്കപ്പെടുന്നു ഞാൻ അടിമയാന്ന് പറഞ്ഞ്. മദ്യപാനം നിർത്താൻ പറ്റുന്നില്ലേ? നീ മദ്യപാനത്തിന്റെ അടിമയാണ്. പുകവലി നിർത്താൻ പറ്റുന്നില്ലേ? നീ അതിന്റെ അടിമയാണ്. ചില അടിമത്തങ്ങൾ നമ്മളിങ്ങനെ കെട്ടിയിട്ടേക്കുക. നമ്മൾ അതിലിങ്ങനെ ചില പാപങ്ങള് നമ്മൾ അടിമയാക്കാനുള്ള കാരണം, നിരന്തരമായി ഏതെങ്കിലും ഒരു പാപത്തിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ പാപത്തിന്റെ അടിമയായിട്ട് നമ്മൾ മാറും. അപ്പൊ ചിലർക്ക് സ്വയംഭോഗം നിർത്താൻ പറ്റില്ല, സ്വവർഗരതി നിർത്താൻ പറ്റില്ല, ബ്ലൂ ഫിലിം കാണാൻ നിർത്താൻ പറ്റില്ല, വ്യഭിചാരം, മ്ലേച്ഛ ചിന്തകള് നിർത്താൻ പറ്റണില്ല, കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് പറ്റണില്ല. ഒരു പയ്യൻ വന്ന് അവന്റെ കല്യാണം ഉറപ്പിച്ച് അവൻ പറഞ്ഞു, എന്താ വെച്ചാ ഞാൻ ആരെ നോക്കിയാലും, ഏത് പെണ്ണിനെ നോക്കിയാലും പാപം ചെയ്യണമെന്നുള്ള ചിന്ത എന്റെ തലക്കകത്ത് വരുന്നത്. എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. എനിക്ക് ആരെ കണ്ട, ഏത് സ്ത്രീയെ കണ്ടാലും, ഏത് പെണ്ണിനെ കണ്ടാലും പാപം ചെയ്യണമെന്നുള്ള ചിന്ത എന്റെ മനസ്സിലുള്ളൂ. ഈ കഴിഞ്ഞ യൂത്ത് ധ്യാനത്തോടെ ഒരു പെങ്കൊച്ച് പറഞ്ഞതാണ്, അവള് പറഞ്ഞു, എനിക്ക് ഏത് പുരുഷനെ കണ്ടാലും അച്ഛാ
പാപചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. പാപം ചെയ്യണമെന്നുള്ള ചിന്ത. പാപം ചെയ്തിട്ടുണ്ട് ഇതിനകം പല വ്യക്തികളുമായിട്ട്. പക്ഷെ ആ ചിന്ത ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അടിമത്തമാണ്. വചനം പറയുന്നത് വ്യഭിചാരത്തിന്റെ ദുർഭൂതം എന്നാ പറയുന്നത്. ചിലവർക്ക് രാത്രിയുടെ യാമങ്ങളിലെ സ്വപ്നങ്ങൾ പോലും മലിനമാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കത്തിൽ കിടക്കുന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ പോലും മലിനമായ സ്വപ്നങ്ങളാണ്. അതിന് കാരണം നിന്റെ മേൽ ഈ വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് തീരുമാനമെടുത്തു, നിലയുറപ്പിച്ചു എന്നതിന്റെ തെളിവാണ്. ഹല്ലേലൂയ. അവന്റെ ആത്മാവിന് എങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്? ആത്മാവ് എങ്ങനെ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റും? പറ. ലോകത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് അടിമത്തത്തിന്റെ മുഖം വഹിക്കുന്ന ഒരു ആത്മാവിന് എങ്ങനെ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റും? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ആത്മാവ് ചലിക്കുമ്പോ സകല ബന്ധനങ്ങളും അടിയും, സകല ചങ്ങലകളും അടിയും, സകല അടിമത്തത്തിന്റെ നുഖങ്ങളും ആത്മാവ് അടിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്, അതുകൊണ്ടാണ് മക്കളെ നമ്മള് വിശുദ്ധ കുർബാനയിൽ നിരന്തരം നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മളിൽ കൃപ നിറയാൻ, ആത്മാവ് ജ്വലിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറയാം, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാൻ പറ്റുമോ? എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുക. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുക. പിശാചിന് നമ്മളെ തൊടാൻ പറ്റില്ല. വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാത്മാവിനെ പിശാചിന് തൊടാൻ പോയിട്ട് അയലോക്കത്ത് വരാൻ പോലും പിശാചിന് ധൈര്യം ഉണ്ടാകില്ല. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോ, പാപത്തിൽ, ഏതെങ്കിലും മാരക പാപത്തിൽ, ഏതെങ്കിലും അനുദപിക്കാത്ത മ്ലേച്ഛ പാപത്തിൽ വ്യാപരിക്കുകയും, ദുശീലങ്ങൾ എന്തു ആകട്ടെ പാപത്തിൽ വ്യാപരിക്കുകയും, ആ പാപത്തെ വെറുത്തുപേക്ഷിക്കാതെ കുമ്പസാരിക്കാതെ തന്നെ ആ പാപത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ആ വ്യക്തിയിൽ ആ പാപം ഉറയ്ക്കും. ആ പാപം ഉറയ്ക്കും. നമ്മളിലൊക്കെ ചില പാപങ്ങൾ ഉറച്ചു കിടക്കുന്നതിന് കാരണം അഹങ്കാര ചിന്തകള്, ചില മ്ലേച്ഛ പാപങ്ങള്, ചില ദുശീലങ്ങള് ഉറച്ചതുപോലെ കിടക്കുന്നതിന് കാരണം, ക്ലാവ് പോലെ പിടിച്ചിരിക്കുന്നതിന് കാരണം അതേ പാപത്തിൽ ഇന്നലകളിൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് കൊണ്ടാണ്. ഉള്ളിൽ വെറുപ്പ് വെച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ആ വെറുപ്പിന്റെ ദുരാത്മാവ് നിന്റെ മേൽ അധികാരമുണ്ട്. മലിനമാക്കപ്പെട്ട ഹൃദയത്തോടെ നീ കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിച്ചാൽ ആ മ്ലേച്ഛത നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മദ്യപാനത്തിന്റെ, ലഹരിയുടെ, ലൈംഗിക വൈകൃതങ്ങളുടെയൊക്കെ സ്വാധീനത്തിൽ ശരീരത്തെ ഇന്നലകളിൽ സമർപ്പിച്ചിട്ട് നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ആ തിന്മ, ആ ദുരാത്മാവ് നിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും. ആദ്യത്തെ അന്ത്യത്താഴ വേളയില് യേശുവിനോടൊപ്പം അപ്പം ഭക്ഷിക്കാൻ യൂദാസും ഉണ്ടായിരുന്നു. യൂദാസും അതേ മേശയിൽ നിന്ന് തന്നെ ഭക്ഷിച്ചത്. മറ്റപ്പസ്തോലന്മാര് ഭക്ഷിച്ചതും പാനം ചെയ്തതുമായത് തന്നെയാണ് ഈശോ പറഞ്ഞത്, എന്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുക, എന്റെ രക്തം വാങ്ങി കുടിക്കെന്ന് പറഞ്ഞ അതേ ഭക്ഷണത്തിൽ, അതേ പാത്രത്തിൽ നിന്ന് തന്നെയാണ് യൂദാസ് ഭക്ഷിച്ചത്. പക്ഷേ വചനം പറയുന്നത് യൂദാസ് ഇരുട്ടിലേക്കാ ഇറങ്ങിപ്പോയത്. അവന്റെ മേല് പിശാച് കയറി. അവൻ പിശാചിന്റെ പ്രവൃത്തി ആരംഭിച്ചത് പൂർത്തിയാക്കാൻ പോയി. കാരണം എന്താ? യേശുവിന്റെ ചാരയിരുന്ന് അവന്റെ പാനപാത്രത്തിൽ പങ്കുചേരുമ്പോഴും അവന്റെ ഉള്ളിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള തീരുമാനമെടുത്തിട്ട് അവൻ ഇരുന്നത്. അത് ഭക്ഷിച്ചപ്പോ, അത് പാനം ചെയ്ത് കഴിഞ്ഞപ്പോ യേശു അവനോട് പറഞ്ഞു, നീ തീരുമാനിച്ചത് പോയി ഉടനെ ചെയ്തുകൊള്ളുക. ഏതു പാപത്തോടുകൂടിയാണോ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, ആ പാപം നമ്മളിൽ ഉറയ്ക്കും. ആ തിന്മ നമ്മുടെ മേല് ക്ലാവ് പിടിച്ചതുപോലെ ഉറയ്ക്കും. ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധിയോടുകൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒരു തിന്മയും നമുക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഒരു അന്ധകാര ശക്തിയും നമ്മുടെ മേൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കത്തി നിൽക്കുന്ന, അല്ലെ, ഒരു വിറക് കത്തി നിൽക്കുമ്പോ, തീ ഇങ്ങനെ ആളി കത്തി നിൽക്കുമ്പോ ഏതെങ്കിലും പ്രാണിയോ ഏതെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളോ വന്ന് ഈ പറയുന്ന വിറകയിൽ ഇരിക്കോ?
ഇരിക്കില്ല. എന്നാൽ അത് ഉണങ്ങി തീയില്ലാതെ കെട്ടുകിടക്കുവാണെങ്കിൽ, ഒട്ടും തീയില്ലാതെ പിന്നെ ചാരം പൂശി കിടക്കുവാണെങ്കിൽ അതിൽ പ്രാണിയല്ല എന്തു വേണേലും വന്നിരിക്കാം. പക്ഷെ കത്തി നിൽക്കുന്ന ഒരാത്മാവിലേക്ക് പാപത്തിന് പ്രവേശിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിക്കാനുള്ള വഴികള് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂദാശ കേന്ദ്രീകൃതമായ ജീവിതം. പറ്റുമെങ്കിൽ 2 ആഴ്ച കൂടുമെങ്കിലും കുമ്പസാരിക്കുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും. പരീക്ഷ വരാം, ജോലി ഉണ്ടാകാം, പല സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ ടൈമിങ് നമുക്ക് പറ്റുന്നില്ലേ? നമ്മുടെ ചുറ്റുപാടും എത്ര, നമ്മൾ കേരളത്തിലുള്ള അത്രയും ദേവാലയങ്ങൾ എവിടെയുള്ള, നമ്മുടെ അത്രയും വിശുദ്ധ കുർബാനകള് പങ്കെടുക്കാൻ സാധ്യതയുള്ള ഏത് ജനതയാ ഉള്ളത്? ഏത് ജനതയാ ഉള്ളത്? നിത്യതയിൽ പിതാവായ ദൈവം നമ്മെ കാത്തിരിക്കുന്നത് പോലെ ഈ സക്രായിൽ നമ്മുടെ കർത്താവ് നമ്മുടെ വരവിനായി കാത്തിരിപ്പുണ്ട്. സ്നേഹം പങ്കുവെച്ച് തരാൻ, അവന്റെ ശരീരവും രക്തവും നമുക്കായിട്ട് പകുത്തു തരാൻ നമ്മുടെ കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിൽ, ഈ സക്രാരിയിൽ നമുക്കായിട്ട് കാത്തിരിപ്പുണ്ട്. പുറംതിരിഞ്ഞു നിൽക്കരുത്. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കർത്താവ് തരും. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കർത്താവ് തരും. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ മക്കളെ സുരക്ഷിതരായി ജീവിക്കാൻ വേണ്ടതെല്ലാം, എല്ലാ മേഖലയിലുള്ള സുരക്ഷിതത്വം നമ്മുടെ കർത്താവ് ഉറപ്പുവരുത്തും. സുവിശേഷ വേല ചെയ്തിട്ട് ഇന്ന് വരെയും ആരും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയിട്ട് ഇന്ന് വരെയും ആരും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. കർത്താവ് അനുവദിക്കല. കാരണം കർത്താവ് വിശ്വസ്തനായതുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരും. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചേ, ദൈവത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ബലഹീനതകളുണ്ടെന്ന് കർത്താവിനറിയാം, നമുക്ക് മാനുഷിക കുറവുകളുണ്ടെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടല്ലേ റോമ 8:26 നമ്മൾ വായിക്കുന്നില്ലേ, നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോ നമ്മുടെ ബലഹീനതകളിൽ വീണുപോകാതിരിക്കാൻ, നമ്മുടെ പാപത്തോടുള്ള ചായ്വുകളിൽ ഇടറിപ്പോകാതിരിക്കാൻ, വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. ആദ്യ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ പ്രവണതയാ അത്. കർത്താവ് എടുക്കരുത്, തൊടരുത്, പറിക്കരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ദൈവിക കൽപ്പനകളെ ലംഘിക്കാനുള്ള ഒരു പ്രവണത നമ്മളിലുണ്ട്. ആദ്യ മാതാപിതാക്കളിലൂടെ കിട്ടിയ ആ ഒരു പ്രവണതയാണ് വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാനുള്ള പ്രവണത. ഇതുണ്ടെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? നമുക്ക് ആത്മാവിനെ തന്നു, പരിശുദ്ധാത്മാവിനെ തന്നിട്ട് പറഞ്ഞു, ഇതാ നിത്യസഹായകനായിട്ട് ആത്മാവിനെ തരിക. ആത്മാവ് കൂടെ ഉണ്ടാകും, അന്ത്യത്തോളം കൂടെ ഉണ്ടാകും. നിന്നെ നിത്യതയോളം എത്തിക്കുന്നത് വരെ ഈ ആത്മാവ് കൂടെ ഉണ്ടാകും. വഴിയിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ, സത്യത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ, പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ ആത്മാവ് നിന്നെ സഹായിച്ചോളും. ആത്മാവ് നിന്റെ കൂടെ നിന്ന് സഹായിച്ചോളും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്.